الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. يا أيها الناس أوصيكم وإياي أولا بالتقوى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ ഏകനായ പടച്ച റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയൊരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നാം ഒരു കടുത്ത വരൾച്ചയ്ക്ക് ശേഷം, കടുത്ത ചൂടിന് ശേഷം നീണ്ട ഒരു വേനൽ കാലം അനുഭവിച്ച് ചൂടും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്ഷാമവും കിണറുകളും തോടുകളും പുഴകളുമൊക്കെ ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ട് നിരാശരായി നിന്ന നമുക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഒന്നാകുന്നു മഴ എന്നുള്ളത്.
പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് അതിനെ നമുക്ക് പറഞ്ഞു തരുന്നത്. വഹുവല്ലദി, അവനാണ്, അള്ളാഹുവാണ്, യുനസ്സിലുൽ ഗൈസ, മഴയെ ആകാശത്ത് നിന്ന് ഇറക്കിത്തരുന്നവൻ, മിൻ ബഅദി മാ ഖനതു, നിങ്ങൾ നിരാശരായി വെള്ളമൊന്ന് ലഭിച്ചെങ്കിൽ, അള്ളാഹുവെ മഴയൊന്ന് പെയ്യിപ്പിച്ചെങ്കിൽ എന്ന് വരെ ആഗ്രഹിച്ച് ആശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹമാകുന്നു മഴ. ഈ മഴയെ സംബന്ധിച്ച് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകും. അത്തരത്തിലുള്ള ചർച്ചകളിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലും മാത്രം ഒതുങ്ങാതെ വിശ്വാസികളായ നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്കും എന്താണ് മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്താണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ഒരു പ്രതിഭാസമാകുന്നു മഴ എന്നുള്ളത്. നമുക്കറിയാം, മനുഷ്യരായ നമുക്ക് കുടിക്കുവാനുള്ള കുടിനീര് അത് മഴയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കുവാനും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് വാഖിയയിൽ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അഫറഅയ്തുമുൽ മാ, നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നമ്മൾ അല്പമൊന്ന് ആലോചിക്കണം. എവിടെ നിന്നാണ് എനിക്ക് ഈ വെള്ളം, ഇതിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, ആരാണ് എനിക്ക് വെള്ളം തന്നിട്ടുള്ളത്? നമ്മൾ കുടിക്കാൻ തരത്തിൽ പാകത്തിൽ അള്ളാഹു ഇതിനെ ആക്കി തീർത്തത് എങ്ങനെയാ? കുട്ടികൾ സയൻസിൽ പഠിച്ചതുപോലെ വെള്ളത്തിന്റെ രാസനാമം H2O എന്നാണ്, അല്ലെ? ഒരു ഓക്സിജൻ തന്മാത്രയും 2 ഹൈഡ്രജൻ തന്മാത്രകളും ഒക്കെ കൂടി ചേർന്നതാണ്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ നമ്മൾ കുടിക്കുന്ന പാനീയം ഉണ്ടാക്കാൻ കഴിയോ? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. അൻതും, നിങ്ങളാണോ, അൻസൽതുമുഹു, അതിനെ ഇറക്കിയത്, മിനൽ മുസ്നി, കാർമേഘങ്ങളിൽ നിന്ന്, അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അല്ലാഹു തആല കാർമേഘ കീറുകളിൽ നിന്ന് ഈ മഴയെ നമുക്ക് ഇറക്കി തരുന്നത് അള്ളാഹു ചോദിക്കുക, നാമല്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നാണ്. വിശ്വാസികളെ, വല്ലാത്ത അത്ഭുതമാണ്. കാരണം നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗം അത് സമുദ്രമാണ്. ഈ സമുദ്രത്തില് ഉപ്പുവെള്ളമാണ്. ഈ സമുദ്രത്തിലെ വെള്ളം, ഉപ്പുവെള്ളം, അത് നീരാവിയായി മുകളിലേക്ക് ഉയർന്ന് അത് ഘനീഭവിച്ച് അത് ഐസ് കട്ടകളായി രൂപാന്തരപ്പെട്ട് അതിൽ നിന്ന് മേഘകീറുകളിൽ നിന്നാണ് മഴ ലഭിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അലം തറ അന്നല്ലാഹ്, അലം തറ അന്നല്ലാഹ്, നിങ്ങൾ കാണുന്നില്ലേ, അല്ലാഹു തആല യുജ്സി സഹാബ, അവൻ കാർമേഘങ്ങളെ തട്ടിക്കൂട്ടുന്നു. ഓരോ പാളികൾ, ഓരോ കാർമേഘത്തിന്റെ കീറുകളെ, ഓരോ ഭാഗങ്ങളെ ആകാശ ലോകത്ത് പടച്ചവൻ തട്ടിക്കൂട്ടും നിങ്ങൾ കണ്ടിട്ടില്ലേ? സുമ്മയു അല്ലിഫു ബൈനഹു, പിന്നീട് അതിന് ഇടയിൽ അല്ലാഹു തആല അതിനെ യോജിപ്പിക്കുകയാണ്, എല്ലാ കാർമേഘങ്ങളെയും യോജിപ്പിക്കുകയാ. സുമ്മ യജഅലുഹു കാമാ, പിന്നീട് പടച്ച തമ്പുരാൻ അതിനെ പാളികളാക്കി, അതിനെ അടുക്കുകളാക്കി, ചീന്തുകളാക്കിയിട്ട് അതിനെ ഘനീഭവിച്ചിട്ട് ഫതറൽ വദഖ, മഴയെ നിനക്ക് കാണാം, യഖ്റുജു മിൻ ഖിലാലിഹി, ആ കാർമേഘത്തിന്റെ ഇടയിൽ നിന്ന് മഴയായി പെയ്യുന്നത് നിനക്ക് കാണാം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരാ, വിശ്വാസികളെ, ഇത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഈ സമുദ്ര ജലത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് കുടിക്കാൻ തരുന്ന വെള്ളം, നീരാവിയായി മുകളിലേക്ക് പൊങ്ങുന്നത്, ഉപ്പുരസ വെള്ളത്തെ പടച്ചതമ്പുരാൻ കുടിനീരാക്കി സ്വാദിഷ്ടമാക്കി തന്നത്, അതൊരു അനുഗ്രഹമാണ്, നിയമത്താണെന്ന് അല്ല ചോദിക്കുന്നുണ്ട് സൂറത്ത് വാഖിയയിൽ. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ജഅൽനാഹു ഉജാജ, നാം ഉപ്പ് രസമുള്ള കയ്പ്
രുചിയുള്ള ദുസ്വാദുള്ള ഒന്നാക്കി തീർക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത്? അല്ലാഹു തആല കുടിക്കാനുള്ള കുടിനീര് നമുക്ക് നൽകി. എന്നിട്ട് അല്ലാഹു നമ്മളോട് ചോദിക്കുകയാ, എന്നിട്ട് എന്താ വിശ്വാസികളെ നന്ദി കാണിക്കാത്തത്? ഉപ്പുരസമുള്ള വെള്ളം സമുദ്രത്തിൽ നിന്ന് നീരാവിയായി മുകളിലേക്ക് പൊങ്ങുന്നത്, താഴോട്ട് വരുമ്പോ ശുദ്ധജലമാണ്. കുടിക്കാൻ അല്ലാഹു ആണ് ഇതിനെ ഈ സിസ്റ്റത്തിൽ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ അറിയണം, ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിൽ അല്ലാഹു തആല ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ. അല്ലാഹു അവനാണ് ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ ഇറക്കി തരുന്നത്. മാഅൻ ലക്കും, നിങ്ങൾക്കുള്ള വെള്ളം. മിൻഹു ശറാബ്, നിങ്ങൾക്കുള്ള കുടിക്കാനുള്ള പാനീയം അതിലുണ്ട്. ശറാബും വമിൻഹു ശജറും ഫീഹി തുസീമൂൻ. അപ്രകാരം നിങ്ങളെ കന്നുകാലികൾക്ക് മേക്കാൻ അവർക്ക് ഭക്ഷണമായിട്ടുള്ള ചെടികളും അതിലൂടെയാണ് അല്ലാഹു മുളപ്പിക്കുന്നത്. യുംബിതുലക്കും, നിങ്ങൾക്ക് അവൻ മുളപ്പിച്ചു തരികയാ. ബിസ്സറഅ, കൃഷി, എല്ലാത്തരം കൃഷികളും. വസൈതൂന, അതുപോലെ ഒലീവും. വന്നഖീല, ഈന്തപ്പനയും. വല്ലഅനാബ, മുന്തിരികളും. വമിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫ്രൂട്ടുകളും എല്ലാ ഫലവർഗങ്ങളും. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ആലോചിക്കണം. ഒരേ മഴവെള്ളം ലഭിച്ച് അതിലൂടെ വരുന്ന കൃഷിയിലും ചെടികളും പച്ചക്കറികളും ധാന്യമണികളും എല്ലാം അല്ലാഹു തആല നമുക്ക് നൽകുക ഒരേ വെള്ളമാണ്. പക്ഷെ പല കളറുകളിലുള്ള ഫ്രൂട്ടുകളാണ്, പല കളറുകളിലുള്ള കളർഫുള്ളായിട്ടുള്ള പല നിറങ്ങളിലുള്ള മൾട്ടി കളറുകളിലുള്ള പച്ചക്കറികളാ, കായ്ക്കറികളാ, ധാന്യമണികളാ. ഇതൊക്കെ ചിന്തിക്കണം. പല രുചികളാണ്, നിറങ്ങളാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തം അല്ലാഹുവിനെ കുറിച്ച് അറിയാനാണ്. ഏറ്റവും ഈ മഴ എന്ന അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളം അതിലുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ഭക്ഷണം, അതും മഴയിലൂടെയാണ് നമുക്ക് അല്ലാഹു തരുന്നത്. അതിനെക്കുറിച്ചും ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അബസയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തആമി, ഫല്യൻദുറിൽ ഇൻസാൻ, മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, ആലോചിച്ചു നോക്കട്ടെ. ഇലാ തആമിഹി, അവന്റെ ഭക്ഷണത്തെ കുറിച്ച്. എങ്ങനെയാണ് ഈ ഭക്ഷണം നമ്മുടെ തീൻമേശയിലേക്ക് എത്തുമ്പോൾ ഇത് എത്രമാത്രം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, എത്ര പ്രോസസ് അതിൽ നടന്നിട്ടുണ്ട് ഒന്ന് ചിന്തിക്കണേ. അന്നാ സബബിനൽ മാഅ സബ്ബാ, അന്നാ സബബിനൽ മാഅ സബ്ബാ, തീർച്ചയായും നാം മഴയതാ ചൊരിയുകയാണ്. ആകാശ ലോകത്തുനിന്ന് വെള്ളം ചൊരിയുകയാണ് മഴയിലൂടെ. പിന്നെ ആ മഴത്തുള്ളികൾ വീഴുമ്പോ ഭൂമി അതാ വിണ്ടുകീറുകയാണ്. അതിന്റെ വിണ്ടുകീറുകളിലേക്ക് ഭൂമിയിലേക്ക് അതാ മഴത്തുള്ളികളെ ഇറങ്ങുകയാ, ജലത്തിന്റെ കണികൾ ഇറങ്ങുകയാ. അതിൽ നിന്ന് നിങ്ങൾക്ക് ധാന്യമണികളെ നാം മുളപ്പിച്ചു തരുന്നുള്ള പറയാ. പലതരത്തിലുള്ള ധാന്യമണികൾ. മനുഷ്യന് വിത്ത് വിതക്കാനേ കഴിയൂ, കൃഷി ഇറക്കാനേ കഴിയൂ, അതിന് മുളപ്പിക്കാനും കായ്പിക്കാനുമുള്ള കഴിവല്ല പറയാ. നാമാണത്, നിങ്ങൾ ചിന്തിക്കണം. അത് മഴയിലൂടെയാണ് ലഭിക്കുന്നത്. മുന്തിരിയും പച്ചക്കറികളും, ഒലിവും അതേ രൂപത്തിൽ ഈന്തപ്പനയും, ഇടതൂർന്ന തോട്ടങ്ങൾ, ഒരുപാട് തോട്ടങ്ങൾ, പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ തരുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗിക്കാനുള്ള ഭക്ഷണമായിട്ടാണ്. ഇതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് മഴയിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികളെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൂടെ നമുക്ക് നേടാനുള്ള, ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല പറയാ, ഈ മഴ പെയ്യിപ്പിക്കുന്നത്, സസ്യലാകാരികൾ മുളപ്പിച്ച് ആഹാരം തരുന്നത്, ഇത് അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കാനാണ്.
നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്ത് ബഖറയിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅൻസല മിനസ് സമാഇ മാ. അല്ലാഹുവാണ് ആകാശ ലോകത്തുനിന്ന് അവനതാ മഴയിറക്കുകയാ, വെള്ളം ഇറക്കുകയാ. അതിലൂടെ ഫലവർഗങ്ങളെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നു. റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമാ. ഫലാ തജഅലൂ ലില്ലാഹ്, എന്നിട്ട് അല്ലാഹു ആവശ്യപ്പെടുന്നു മഴയിലൂടെ ഭക്ഷണം തന്ന് വെള്ളം തന്നിട്ട് അല്ലാഹു ആവശ്യപ്പെടുന്നത് എന്താ? ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ ഒരിക്കലും തന്നെ ഫലാ തജഅലൂ ലില്ലാഹ്, അല്ലാഹുവിനെ ആക്കരുത് അൻദാദാ, സമന്മാര്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം, അള്ളാഹുവിനോട് തേടുന്ന കാര്യം, അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട കാര്യം, അള്ളാഹുവിനോട് രോഗം ശുഭയാക്കി തരേണ്ട കാര്യം, അള്ളാഹുവെ സന്താനത്തെ തരണേ എന്ന് പറയുന്നതിന് പകരം, അള്ളാഹ്ക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യല്ല, അള്ളാഹു അല്ലാത്ത ആളുകളോട് നീ പ്രാർത്ഥിക്കല്ല, അള്ളാഹു അല്ലാത്ത ആളുകളോട് നീ സഹായം തേടല്ല, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കല്ല. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾക്കറിയാം മഴ ഇറക്കി തരുന്നത് ആരാറിയാ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ആരാറിയാ, ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യല. വിശ്വാസികളെ, നമ്മളോട് ആവശ്യപ്പെടുന്ന തൗഹീദാ. അള്ളാഹുവാണ് ഇതൊക്കെ മഴ പെയ്യിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നമുക്കിതെല്ലാം തരുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പാടില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദഅവത്തിന്റെ മാർഗമായി പറയാൻ, പ്രബോധനം ചെയ്യാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളതാ. കാരണം എന്താ അറിയോ? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, അവർ സമ്മതിച്ച കാര്യം, ആരാ മഴ പെയ്യിപ്പിക്കുന്നത് അവരോട് ചോദിച്ചാൽ, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴ തരുന്നതെന്ന് ചോദിച്ചാൽ, ഫഹിയ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, നിർജീവമായ ഭൂമിയെ സജീവത്വതാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന അല്ലാഹുവാണ് എന്നവർ പറയും, അല്ലാഹുവാണ് എന്നവർ പറയും. ഖുലിൽ ഹംദുലില്ലാഹ്, നബി അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, അധികം ആളുകളും ചിന്തിക്കുന്നില്ല. എന്നാൽ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, ഭൂമിയെ വരണ്ട ഭൂമിയെ ജീവസുറ്റാക്കി എല്ലാറ്റിനെയും മുളപ്പിച്ചു കൊണ്ടുവരുന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അള്ളാഹു അവരോട് ചോദിക്കുന്നത് എന്താ? അവർ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബുലിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും അവർ തേടും, പ്രാർത്ഥിക്കും. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവരോട് പറയാ, നിങ്ങൾ അള്ളാഹുവിനെ തുല്യരാക്കരുത്. വിശ്വാസികളെ, എത്ര അപകടം! ഇന്നുള്ള മുസ്ലിം ഉമ്മത്തിലെ ആളുകളുടെ അവസ്ഥ എന്താ? ഒരിക്കലും മക്കയിലുള്ള മുശ്രിക്ക് മക്കയിലുള്ള മുശ്രിക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. പക്ഷേ സങ്കടകരം, ആരും വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല. ഇന്ന് ജനങ്ങളോട് വളരെ പുണ്യത്തിൽ ചൊല്ലിപ്പിക്കുന്ന കുതുബിയത്തിൽ കാണാൻ സാധിക്കും വളരെ സങ്കടകരമായ അവസ്ഥ. യാ കുതുബ അഹ്ലിസ് സമാഇ, യാ കുതുബ അഹ്ലിസ് സമാ എന്ന് ആകാശങ്ങളുടെ കുത്തുബെ അച്ചുതണ്ട്, വല്ലർളി ഗൗതഹുമാ എന്നിട്ട് ആകാശ ഭൂമികളുടെ സഹായിയെ എന്ന് പറഞ്ഞിട്ട്, യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈതഹുമാ, അരുവികളെയും തോടുകളെയും മഴ മുഖേന ഒഴുക്കുന്ന ശൈഖേ എന്ന് മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം. എങ്ങനെയാ പ്രിയ സഹോദരങ്ങളെ ഇത് മദ്ഹാവുക? നമ്മൾ മറ്റുള്ളവരെ ആദരിക്കണം, ബഹുമാനിക്കണം, മഹത്തുക്കളെ അവരെ പേരുകളും റഹ്മത്തുള്ള പറയണം, മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ള എന്ന് പറയണം, ഒക്കെ പറയണം. പക്ഷേ അദ്ദേഹം പോലും നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഇജഅൽ ഖൽബക മസ്ജിദ, നീ നിന്റെ ഹൃദയത്തെ പള്ളിയാക, ഫലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോട് കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് കുതുബിയത്തെ ആളുകളോട് ചില സങ്കടകരമാണ്. അറിയുമെങ്കിൽ സ്നേഹത്തോടു കൂടി പറയാം. നമ്മുടെ കൂട്ടുകാരൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വിഷമുണ്ടെങ്കിൽ അവരോട് കഴിക്കരുതെന്ന് പറയുന്ന സ്നേഹം, നമ്മുടെ കൂട്ടുകാർ പോകുന്ന വഴിയിൽ ഒരു പാമ്പോ ഇഴജന്തുവോ വലിയ അപകടമോ ഒരു ലൈന് പൊട്ടിക്കിടക്കുന്നതിൽ പോകരുതെന്ന് പറയുന്ന ആ ഒരു ഗൗരവത്തിൽ
ശിർക്കിന്റെ വഴിക്ക് പോകുന്ന ആളുകളോട്, ചെല്ലുന്നവരോട്, പാടുന്നവരോട് പറയണം വിശ്വാസികളെ. അതാണ് നമ്മുടെ ഈമാനിന്റെ ഭാഗം. മൻ റഅ മിൻകും മുൻകറ ഫൽയുഗയ്യിർ ബിയദിഹി. കൈകൊണ്ട് പറയാ, കയ്യൂലേ വമല്ലം യസ്തതി എങ്കിൽ അവരോട് ബിലിസാനി, നാവ് കൊണ്ട്, കൈകൊണ്ട് അവരോട് പറഞ്ഞ, നാവ് കൊണ്ട് പറയാ, അതൊന്നുമില്ല മനസ്സുകൊണ്ട് അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആലോചിച്ച് നോക്കും, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്ക് അവരുടെ ശിർക്കിന്റെ വാക്കുകൾ എന്താ? അവര് കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരമാലകൾ വന്ന് അവരുടെ കാറ്റും കോളും മഴയും വന്ന് അവരുടെ കപ്പലിനെ കടലിൽ ആഴ്ത്തിക്കളയുമ്പോ അവർ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് മാത്രം. വലിയ അപകടങ്ങളും പ്രതിസന്ധികളിലും അള്ളാഹുവിനെ മാത്രമേ അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷേ അള്ളാഹു തആല അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കും, സഹായം തേടും, സങ്കടം തേടുന്ന വഴിപാടുകൾ അർപ്പിക്കും. അതും അവർ ചെയ്ത ശിർക്ക. എങ്കിൽ ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ അവസ്ഥ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ആളുകള് ചെറിയ അപകടങ്ങൾ വരുമ്പോ, ഒന്ന് നടക്കുമ്പോ കാലൊന്ന് അവിടെ തട്ടിപ്പോയി സ്റ്റെപ്പിൽ അല്ലാഹ് എന്ന് പറയും. എങ്കിൽ നമ്മുടെ കുട്ടി ഓടി വരുന്ന സമയത്ത് ആ കുട്ടിയെ ഒരു വാഹനം ഇടിക്കാൻ വരികയാണെങ്കിൽ മൊഹിദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, അല്ലെ? നമ്മളെ എന്തെങ്കിലും വലിയ അപകടത്തിൽ നമ്മൾ പെടുകയാണെങ്കിൽ ആ സമയം മുസ്ലിം ഉമ്മത്തിൽ അധികം ആളുകളും മൊഹിദീൻ ശൈഖെ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വലിയ വലിയ അപകടം വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് തേടുന്നു. ഇത്രമാത്രം പ്രയാസകരമാണ് വിശ്വാസികളെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ദഅവത്തിന്റെ മാർഗം ഇതാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, മഴയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം, ഈ മഴയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ നശ്വരത നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമ്പത്തുമുണ്ട്, സന്താനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒരുപാട് വരുമാനങ്ങളുണ്ട്, ബിസിനസ്സുകൾ പച്ചപിടിച്ച് വരുന്നുണ്ട്, ഒരുപാട് മേഖലകൾ ഒക്കെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത് സ്ഥായിയാണ്, സ്ഥിരമാണ് എന്ന് ചിന്തിക്കണ്ട. നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത്. എനിക്കിത് കാലാകാലം എനിക്ക് ജീവിക്കാനുള്ള കാലാകാലം ഇങ്ങനെ നിൽക്കുന്നു ചിന്തിക്കണ്ട. അതിനല്ല പറയുന്നത് ഒരു രോഗം പടച്ചോൻ തന്നാ മതി, അല്ലെ? ഒരു മാരക രോഗം, ഒരു വൃക്കക്കോ അല്ലെ ക്യാൻസറിന്റെ അസുഖം എന്നാൽ അതിന്റെ പിന്നാലെ പണം ചെലവഴിച്ച് അതിന് പരിശ്രമങ്ങൾ കാരണം നമ്മുടെ ബിസിനസ്സും ജോലിയും എല്ലാം വിട്ടും എത്രയോ ആളുകൾ പാപ്പരായി കുത്തുപാളയെടുത്ത അനുഭവങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ഇത് പഠിപ്പിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, തീർച്ചയായും ഭൗതികമായ ജീവിതം, ലഅബുൻ വലഹുൻ, അത് കളിയാണ്, വിനോദമാണ്, വസീനതുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങളെ സന്താനങ്ങളിലും സമ്പത്തിലുമൊക്കെ ആധിക്യം, എനിക്കാണ് അവനേക്കാളും വലിയ മിടുക്കന്മാരായ ജോലിക്കാരായ മക്കളുള്ളത്, എനിക്കാണ് അവനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, വലിയ ബിസിനസ് ഉള്ളത്, എല്ലാം നിങ്ങൾ പറയും, ഫഹർ നടിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ് ഇതൊക്കെ. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ, കർഷകനെ ആ മഴ പെയ്തപ്പോ അഅജബൽ കുഫാറ നബാതുഹു, അവന്റെ ചെടികൾ തളിർത്ത് വളർന്നപ്പോ, അതിങ്ങനെ കാഴ്ചപ്പം പുഷ്പിച്ചപ്പോ അവന് വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്, കാലാകാലം എനിക്കുണ്ടാകും, നിലനിൽക്കും. സുമ്മ യഹീജു, പിന്നെ അതാ അതിന്റെ ഇലകൾ വാടുകയാ, മുസ്ഫറ, അതിന് മഞ്ഞ നിറം ബാധിക്കുകയാ, സുമ്മയകൂനു ഹുതാമ, പിന്നത് ചണ്ടികളും ചവറുകളുമായി തീരുകയാ. ആഗ്രഹിച്ച കൃഷി മഴയിലൂടെ ലഭിച്ചത്, വലിയ പ്രതീക്ഷ വെച്ചത്, ആഗ്രഹിച്ച് വലിയ കൗതുകത്തോടു കൂടി സന്തോഷിക്കുന്നത്, അതിന് വാട്ടം സംഭവിച്ചു, അത് ഉണങ്ങിപ്പോയി, ചണ്ടികളായി. ഇതേ രൂപത്തിൽ വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, പരലോകത്ത് ശിക്ഷയുണ്ട്, വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, എന്നിട്ട് അള്ളാഹുവിന്റെ പാപമോചനം തൃപ്തിയുമാണ് നിങ്ങൾക്ക് വേണ്ടത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഭൗതിക ജീവിതം തുച്ഛമായ ചരക്കാണ്, അതിന്റെ പിന്നാലെ പോയി ദീനിനെ കളയണ്ട, നിങ്ങളെ പരലോകം നഷ്ടപ്പെടുത്തണ്ട. വൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, നിനക്ക് അവസാനത്തെ ജീവിതമാണ് ഒന്നാമത്തെ ജീവിതത്തെക്കാളും ഉത്തമം അല്ലാഹു തആല നമ്മളോട് പറയാം. ഇത് ബോധ്യപ്പെടുത്തുന്നത് മഴയിലൂടെയാണ്. വിശ്വാസികളെ, അപ്രകാരം തന്നെ മഴയിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത്, അല്ലാഹു തആല നാം മരിച്ചതിന് ശേഷം പുനരുദ്ധാരം, അഥവാ പരലോകത്ത് നമ്മളെല്ലാവരും പുനരുദ്ധരിക്കും, അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കും എന്ന ചിന്താഗതി, ഇത് മഴയിലൂടെ അല്ലാഹു തആല സൂറത്ത് അഅറാഫിന്റെ
57-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുവാണ് കാറ്റുകളെ അയക്കുന്നത് മഴയാകുന്ന അതിന്റെ റഹ്മത്തിന്റെ മുമ്പ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ആ കാർമേഘങ്ങളെ വഹിച്ചുകൊണ്ട് ആ കാർമേഘങ്ങൾ ഘനീഭവിച്ച് അത് ഭാരം കൂടിയതായി ഹത്താ ഇദാ അകല്ലത്ത് സഹാബൻ തിഖാല, അത് ഘനീഭവിച്ച് ഭാരമുള്ള കാർമേഘങ്ങളാകുമ്പോ സുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ സ്ഥലത്ത് നാം അതിനെ മഴയായി പെയ്യിപ്പിക്കും. ഫഅൻസൽനാ ബിഹിൽ മാഅ, വെള്ളം നാം ഇറക്കും. ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി തമറാത്ത്, എല്ലാ ഫലവർഗങ്ങളെയും പഴവർഗങ്ങളെയും ഒക്കെ നാം മുളപ്പിക്കും. എന്നിട്ട് അല്ലാഹ് നമ്മളോട് പറയുന്ന കാര്യം അടിവരയിടുക, കദാലിക നുഖ്രിജുൽ മൗത, കദാലിക നുഖ്രിജുൽ മൗത, ഇപ്രകാരമാണ് മരിച്ച ആളുകളെ നാം ജീവിപ്പിക്കുക. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തൊലികളും അതൊക്കെ ജീർണിച്ചു ഉണങ്ങി അതൊക്കെ അളിഞ്ഞ് വയറ് പൊട്ടി ശരീരഭാഗങ്ങളൊക്കെ അതൊക്കെ ഇല്ലാതായി നമ്മുടെ എല്ലുകളൊക്കെ നുരുമ്പി കണ്ണൊക്കെ ചാടി വികൃതമായ തലയോട്ടിയായി രൂപാന്തരപ്പെട്ട് ഇങ്ങനൊക്കെ ആയി തീർന്നാലും നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായി തീർന്നാലും അല്ലാഹു തആല നമ്മളെ വീണ്ടും പുനരുദ്ധരിപ്പിക്കും, വീണ്ടും പുനർസൃഷ്ടിക്കും എന്നതിന് തെളിവ് ഈ മഴയാ. കാരണം നിങ്ങൾ കാണുന്നുണ്ട് ഉണങ്ങി വരണ്ട ഭൂമി, ഉണങ്ങി വരണ്ട ഭൂമിയിൽ സസ്യലതാദികൾ ഉണങ്ങി ഒന്നുമില്ല, വരണ്ട ഭൂമിയാ, ഒന്നിനും കൊള്ളൂല. പക്ഷേ മഴ വർഷിച്ചാൽ അവിടെ നിന്ന് സസ്യലതാദികളും ചെടികളും ഒക്കെ മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ ഇതേ രൂപത്തിലാ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നൊരുപ്പിപ്പോയാലും അള്ളാഹു ആകാശ ലോകത്ത് നിന്നൊരു ജീവൽ മഴ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ജീവൽ മഴ പെയ്യുമ്പം ചീരകളും ചെടികളും ഒക്കെ വളരും പോലെ മനുഷ്യൻ വളർന്നു വരും എന്നുള്ളതാണ്. അവനെ പുനരുദ്ധരിപ്പിക്കും. അവന്റെ ശരീരത്തില് ഒരിക്കലും നശിക്കാത്ത ദ്രവിക്കാത്ത ഒരു വാൽക്കുറ്റിയുടെ എല്ലുണ്ട്, അതിൽ നിന്നായിരിക്കും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ മരണശേഷം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുനരുദ്ധാരണം അത് മഴയിലൂടെ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. വിശ്വാസികളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മഴയിലൂടെ പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ അള്ളാഹുക്ക് ശുക്റും അള്ളാഹുവിന് നമുക്ക് നന്ദിയുള്ളവരുമായി ജീവിക്കണം. അത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്രകാരം വിശ്വാസികളെ, നമ്മളിൽ ഉണ്ടായി ഈ മഴ എന്ന് പറയുന്നത് ഇത് അല്ലാഹു തആല പരീക്ഷണമായിട്ട് വരുത്തും. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ആകാശ ലോകത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി കഴിഞ്ഞാൽ, കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ മുഖം വിവർണമാകാറുണ്ട്. പ്രവാചകനാകെ ടെൻഷൻ അടിച്ച് എന്തോ ഒന്നുള്ളത് പോലെ ആകെ പ്രയാസപ്പെട്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഈ മഴമേഘങ്ങൾ കണ്ടാൽ മഴ ഉണ്ടാകുമ്പോ സന്തോഷിക്കല്ലേ നബിയെ വേണ്ടത്, നിങ്ങൾ എന്താ വിഷമിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഈ മഴമേഘങ്ങൾ ഒരു പക്ഷേ ഈ മഴമേഘങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഞാൻ സന്തോഷിക്കും? അള്ളാഹു ഒരു പക്ഷേ ഇത് ശിക്ഷയായി ഇറക്കുന്നതെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു തആല ശിക്ഷിച്ചത് ശക്തമായ മഴയിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെയാണ്. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അപ്രകാരം തന്നെ മഗ്രിബ് അണക്കത്ത് സബ ഗോത്രത്തിന്റെ ചരിത്രം നമുക്കറിയാം. സൂറത്ത് സബയിൽ എല്ലാ അനുഗ്രഹങ്ങളും തോട്ടങ്ങളും സൗകര്യങ്ങളും ഒക്കെ അവർക്ക് നൽകിയിട്ട് നന്ദികേട് കാണിച്ചപ്പം അവരെയും ആ ജലപ്രളയത്തിലൂടെയാണ്, തൂഫാനിലൂടെയാണ് അവരെയും അല്ലാഹു തആല മഴയിലൂടെയാണ് പരീക്ഷണമായി നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക, ഉൾക്കൊള്ളുക. അങ്ങനെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസീകും വസ്സാനി ബിതഖ്വ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും പകർത്തിയും അള്ളാഹു തആലയെ ഭയപ്പെട്ട് തഖ്വയോടുകൂടിയൊരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, മഴയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ
ഒക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചു വരുന്നത്. അപ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പലപ്പോഴും ആധുനിക ലോകത്ത് ഇപ്പൊ മഴ തുടർച്ചയായി പെയ്യാൻ തുടങ്ങിയ പല ആളുകളും പറയാറുണ്ട്, ഇത് മഴ പെയ്യാനുള്ള കാരണം ഇന്ന നക്ഷത്രത്തിന്റെ ഇതാണ്, അല്ലെങ്കിൽ ഇന്ന ബംഗാൾ ഉൾക്കടലിൽ ഇന്ന ന്യൂനമർദ്ദം ഉള്ളത് കൊണ്ട്, സമ്മർദ്ദം ഉള്ളത് കൊണ്ട്, അപ്പൊ അതുകൊണ്ടാണ് എന്നല്ല നമ്മൾ വിശ്വാസം. അല്ലാഹു തആല നമുക്ക് മഴ പെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. ഇന്ന ഞാറ്റുവേല കൊണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഈ കാലഘട്ടമായത് കർക്കിടക മാസമായതുകൊണ്ട്, അങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. വിശ്വാസികളായ ആളുകളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളും വരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പ്രത്യേകമായിട്ട് അതിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ അന്ന് മഴ പെയ്ത രാവിലെ ഹുദൈബിയ കഴിഞ്ഞ് റസൂൽ സുബൈ നമസ്കാര ശേഷം സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞിട്ട് റസൂൽ ചോദിച്ചു, അൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് എന്താ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കറിയോ? അല്ലാഹു തആല പറഞ്ഞത്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എന്റെ അടിമകളിൽ എന്നിൽ വിശ്വസിച്ച ആളുകളുമുണ്ട്, കാഫിറായ ആളുകളുമുണ്ട്. ആരാണ് എന്നിൽ വിശ്വസിച്ച ആളുകൾ? അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും ഫളല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ആണ് മഴ പെയ്യത്, ഞങ്ങൾക്ക് മഴ ലഭിച്ചത്. ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നിൽ വിശ്വസിച്ചു എന്നുള്ള പറയാം. വകാഫിറും ബിൽ കവാക്കിബ്, എന്നാൽ നക്ഷത്രം കാരണമാണ് മഴ പെയ്യുന്നത് എന്ന് ചില ആളുകൾ പറയുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ചില ആളുകൾ ഈ കൗക്കബ് കഥാ വ കഥാ എന്ന നക്ഷത്രത്തെ കണ്ടുകൊണ്ട്, അൽ കൗക്കബ് കഥാ വ കഥാ എന്ന നക്ഷത്രം അത് പറഞ്ഞാൽ കാഫിറുൻ, അവൻ എന്നിൽ അവിശ്വസിച്ചവനാകും. അപ്പൊ അള്ളാഹുവിന്റെ നിയമത്ത് കൊണ്ടാണ്. അപ്രകാരം നമ്മൾ ഈ മഴയോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, മഴ പെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും മഴയെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ വീടിന്റെ വാർപ്പിന്റെ ദിവസം മഴ പെയ്താൽ ഇതെന്തൊരു മഴ, നിർത്താത്ത മഴ, ചോരാത്ത മഴ, ഇതൊരു ചീഞ്ഞ മഴ, മഴയോട് മഴ, എന്തൊരു മഴ, മനുഷ്യൻ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ഒന്നും നടക്കുന്നില്ല, കച്ചവടം നടക്കണില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാപത്തിന്റെ വാക്കുകൾ വിശ്വാസികളിൽ നിന്ന് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസുബ്ബു ദഹറ ഫഇന്നല്ലാഹ ഹുവദ് ദഹർ, നിങ്ങൾ കാലത്തെ ഒരു കാലത്തെ മഴക്കാലത്ത് വേനൽക്കാലത്ത് ഒന്നും ചീത്ത പറയരുത്, അത് അള്ളാഹുവാണ് കാലം, അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ മഴ പെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ദുആ ആണ്, പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എല്ലാ കാര്യങ്ങളും, നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുരിത കട്ടപ്പാടുകളൊക്കെ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്രകാരം തന്നെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥന, മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന, വർഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുവേ സയ്യിബൻ നാഫിഅൻ, പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ മഴയാക്കണേ എന്ന് ദുആ ചെയ്യുക. നമ്മൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ എന്ന് നമ്മൾ ദുആ ചെയ്യണം. മഴ പെയ്തു കഴിഞ്ഞാലോ നമ്മൾ എന്താ പറയേണ്ടത്? ഒരു മഴ പെയ്തു, നമ്മൾ എന്ത് പറയണം? മുത്തിർനാ ബിഫളിലില്ലാഹി വബിറഹ്മതി, മുത്തിർനാ ബിഫളിലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് നമ്മൾ പറയണം. അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ടാണ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് നമ്മൾ പറയുക. അതൊക്കെ വിശ്വാസികളെ. പക്ഷേ ഈ മഴക്കാലം വന്നപ്പം, മഴക്കാലത്ത് നമ്മൾ അധികമായി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് മഴ ശപിക്കലല്ല, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളെ ചുറ്റിലും മഴ പെയ്യിപ്പിക്കണം, ഞങ്ങളിലല്ല എന്ന് പറയാം. അപ്രകാരം സഹോദരങ്ങളെ, പല പള്ളികളുടെയും സങ്കടകരമായ അവസ്ഥ, മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജമാഅത്തിന് ആളുകൾ വരുന്നില്ല, ജമാഅത്തിന് പള്ളികളിൽ ആളുകൾ എത്തുന്നില്ല. അതുവരെ വന്ന ആളുകൾ ഒരു മഴ പാറിക്കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് പോകുന്നില്ല. അള്ളാന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ അള്ളാഹു തആലയിലേക്ക് ഓടിപ്പോകണം, അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ അള്ളാഹ് പറഞ്ഞത്. നിങ്ങളെന്താ ഫലൗലാ തശ്കുറൂൻ, എന്താ നന്ദി കാണിക്കാന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികളെ, ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ഒരാൾ എയർപോർട്ടിൽ നിന്ന് വരാണ്ട് തന്നെ കൂട്ടാൻ നമ്മൾ ഏത് മഴയും ഇടിയും കാറ്റത്തും പോകില്ലേ? ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അള്ളാഹു തആല ചിലപ്പോൾ ഒരു പരീക്ഷണം തരുമായിരിക്കും. ഒരു അറ്റാക്കോ നെഞ്ചുവേദനയോ അസുഖം തന്നെ പെട്ടെന്ന് ആംബുലൻസ് എടുത്ത് പോകേണ്ടി വന്നാല്, ഒരു എമർജൻസി കേസ് വന്നാൽ ഏത് മഴയും ഇടിയും കാറ്റും നമ്മൾ ആലോചിക്കില്ല, നമ്മൾ പോകും. നമ്മൾ അറിയണം അള്ളാന്റെ നിയമത്ത്, അള്ളാഹ് പള്ളിക്ക് പോകാനുള്ള സൗകര്യം, ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള തന്നിട്ട് മഴന്റെ ചെറിയ കാരണം പറഞ്ഞ് നമ്മൾ അതിന് ഒഴിഞ്ഞു മാറിയാൽ, ആലോചിച്ചോ, സൂറത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തില് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഖലമില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിന്റെ ആ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്താ? യൗമ യുക്ശഫു അൻ സാഖിബ് വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. നാളെ പരലോകത്ത് വെച്ചിട്ട് അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ ആളുകളോട് ആവശ്യപ്പെടും. ഖാശിഅതൻ അബ്സ്വാറുഹും തർഹഖുഹും ളില്ല. ഒരു വിഭാഗം ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. പേടിച്ച് വിറച്ചരണ്ട് ഇങ്ങനെ നിൽക്കും, നിന്യതയോടുകൂടി തല താഴ്ത്തി. അവരാരായിരുന്നറിയോ? വകാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. വകാനൂ യുദഊന ഇല സുജൂദി, ദുനിയാവിൽ നിന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ എന്ന് കേട്ട ആളുകളായിരുന്നു അവർ. പള്ളിയിലേക്ക് വരണേ, നമസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് കേട്ട ആളുകളായിരുന്നു. സുജൂദ് ചെയ്യാൻ അവരെ വിളിച്ചിരുന്നു. വഹും സാലിമോൻ, അവർ പല കാരണങ്ങളും പറഞ്ഞ് സുരക്ഷിതരായി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ജമാഅത്തിന്റെ കാര്യം നഷ്ടപ്പെടുത്തല്ല. അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനോട് പോലും പറഞ്ഞത്, നബിയേ ലൈസ ലീ ഖായിദൻ യഖുദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ, എന്നെ കൈപിടിച്ച് കൊണ്ടുവരാൻ അന്ധനായ എനിക്കൊരു കായില്ല, ഒരു ലീഡറിൽ എന്നെ നയിക്കാൻ ഒരാളില്ല, ഒരു വഴികാട്ടിയില്ല. ഞാൻ പള്ളിയിലേക്ക് വരണോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അതസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ? അജിബ്, എന്നാൽ വരണം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, ഈ സൗകര്യം കാണുന്നല്ല നമ്മൾ. അതുകൊണ്ട് വിശ്വാസികളെ, ജമാഅത്ത് നമസ്കാരങ്ങൾ കൂലി നഷ്ടപ്പെടുത്ത സുബഹിയൊക്കെ നമസ്കരിച്ചാൽ അള്ളാന്റെ പ്രൊട്ടക്ഷൻ, ഏതെങ്കിലും അപകടം നടന്ന അതിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ജമാഅത്തിൽ പങ്കെടുത്ത്, സുബഹി ജമാഅത്തുകൾക്ക് സംരക്ഷണമാണെന്ന് പറഞ്ഞു അല്ലേ? പല കാര്യങ്ങളും നമുക്ക് അതുകൊണ്ട് ലഭിക്കും. അതുകൊണ്ട് വിശ്വാസികളെ അത് ശ്രദ്ധിക്കുക, മഴയെക്കുറിച്ച് അറിയുക, പഠിക്കുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മദ്രസ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മദ്രസയുടെ നടത്തിപ്പും കാര്യങ്ങളും അതിന്റെ പരിപാലനങ്ങളും നിങ്ങളെ പോലെയുള്ള ഉദാരമതികളായ ആളുകൾ കൊടുക്കുന്ന സംഭാവനകളും സ്വതക്കകളുമാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്. അള്ളാഹു നമുക്ക് നൽകിയതാണ് അല്ലെ? നമ്മൾക്ക് നമ്മളെ ബിസിനസ് നമ്മൾ ചെയ്തു, നമ്മളെ ജോലി നമ്മൾ ചെയ്തു, അല്ലെ മറ്റു പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പലരും ചെയ്യുന്നു, പലവർക്ക് കിട്ടാത്ത ലാഭം, അവർക്ക് കിട്ടാത്ത കാശ് നമ്മളെ അക്കൗണ്ടിലേക്കും നമുക്ക് ക്രെഡിറ്റ് ആയി വരുന്ന പണവും നമ്മുടെ ബിസിനസ് ഒക്കെ കിട്ടുന്ന ലാഭവും അള്ള തരുന്നത് എന്താണോ? നിങ്ങൾ അവർക്ക് നൽകേണ്ടത് അള്ള നിങ്ങൾക്ക് തന്ന ധനത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളാം അല്ലെ? മരണം വന്നു കഴിഞ്ഞിട്ട് മരണത്തിന്റെ മുമ്പ് ഇതൊക്കെ കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും നമ്മളതല്ലല്ലോ, നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ, ഒരു അനന്തരാവകാശികളതല്ലേ. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എല്ലാവരും അതിലേക്ക് മദ്രസയുടെ സംഭാവന സ്വതക്കയിലേക്ക് നൽകുക. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചു പോവുകയാണ്, ചെറിയ ഒരു നെഞ്ചുവേദന വന്നപ്പോൾ എന്റെ കുടുംബത്തിലൊരാൾക്ക് മിനിയാന്ന് കൊണ്ടുപോയി ഒരു ടെസ്റ്റ് നടത്തി, എക്കോ ടെസ്റ്റ്. ആ ടെസ്റ്റിന് എന്താ, ചെറിയ നെഞ്ചുവേദന, ചെറിയ അസ്വസ്ഥതകളെ കണ്ടിട്ടുള്ളൂ. അതിന് 1500 രൂപ ചെറിയൊരു ടെസ്റ്റിന് വന്നത്. അത് ടെസ്റ്റ് നെയ്ത് നോക്കിയപ്പോഴോ നോർമലാണ്, ഒരു കുഴപ്പമില്ല. അവ പൈസ പോവുകയും ചെയ്തു. അതുപോലെ തന്നെ എന്റെ മാതാവിന് ഒരു പ്രശ്നം വന്നപ്പോൾ അത് MRI സ്കാൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അത് എടുത്ത് 5000 രൂപയായി. അത് എടുത്തു കഴിഞ്ഞ് ഡോക്ടർ ഒരു കുഴപ്പമില്ല, ആ പൈസ പോയില്ലേ. എന്നാൽ അതേ രൂപത്തിലല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഒരാൾ കടം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് ഇരട്ടിയായി തരും. എന്ത് കൊടുത്താൽ അള്ളാഹിന്റെ അടുത്താണ് ഉണ്ടാകും, പോകൂല. നമ്മൾ വലിയ ബിസിനസ്സും വലിയ ഇൻവെസ്റ്റ്മെന്റും ചെയ്ത ബിസിനസ് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോയത് നമുക്ക് കിട്ടൂല അല്ലെ? ഹോസ്പിറ്റലിൽ കൊടുക്കണോ നമുക്ക് കിട്ടൂല. എങ്കിൽ ആ പുണ്യം ഉദ്ദേശം നൽകുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഗഫൂർ റഹീമായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴയെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തഖ്വ ചെയ്ത് തൗഹീദ് അംഗീകരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പല ആളുകളും പല രൂപത്തിലുള്ള രോഗങ്ങളും അസുഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കും. അവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നീ ഇല്ലാതാക്കണം, ശിഫയാക്കി കൊടുക്കണമേ അല്ലാ.
അള്ളാഹു ഞങ്ങളിൽ പല ആളുകളും പല കാരണങ്ങളെ അകാരണമായി ജയിലിൽ അടക്കപ്പെട്ടവരും പ്രയാസം അനുഭവിക്കുന്ന പല കുടുംബങ്ങളും ഒക്കെ ഉണ്ട് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ. അള്ളാഹുവെ അവരെത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനുള്ള സാഹചര്യം നീ ഒരുക്കി കൊടുക്കണമേ അള്ളാഹ്. അള്ളാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും ഞങ്ങൾക്ക് നീ പരിഹരിച്ച് തരണമേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും കുടുംബജീവിതത്തിലും മക്കളിലും മാതാപിതാക്കൾ എല്ലാറ്റിലും കൺകുളിർമയും ഞങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള സമാധാനവും എല്ലാ ശാന്തിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് നാളെ പരലോകത്തിൽ ഉപകരിക്കുന്ന കുടുംബമാക്കി തീർക്കണമേ അള്ളാഹ്. അള്ളാഹുവെ കത്തിയാളുന്ന നരശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷിക്കണമേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളെ വിചാരണ പെട്ടെന്ന് അതിവേഗതയിൽ വിചാരണ നടത്തി സിറാത്ത് കടന്ന് സ്വർഗ്ഗലോകത്ത് അമ്പിയായിന്റെ ഔലിയായിന്റെ സിദ്ദീഖീങ്ങളുടെ ശ്വതാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.